ഇന്ന് നമുക്ക് കുറച്ച് ഫ്രേസസ് പഠിക്കാം കേട്ടോ. ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെയുള്ള ഒരു ഫ്രേസസ് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയണതായിരിക്കും. അപ്പോൾ ഞാനൊരു 50 ഫ്രേസസോളം ഉണ്ട്. അതൊന്ന് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് എഴുതി പോകും. ഞാൻ ഇരിക്കുന്നിടത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ വെയിലില്ലാത്തൊരു സ്ഥലം ഇപ്പം എൻ്റെ വീട്ടിലില്ല. മുഴുവൻ സ്ഥലവും വെയിലാണ്. അപ്പോൾ വെയിലില്ലാതെ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പം ടു ബി ഓൺ ദ സെയിം പേജ്, അത് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ്. ടു ബി ഓൺ ദ സെയിം പേജ്. ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ഞാനും ആ അഭിപ്രായത്തിൽ തന്നെയാണ്, അല്ലെ, ഒരേ അഭിപ്രായത്തിലാണ്. ഞാൻ നിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ടു ബി ഓൺ ദ സെയിം പേജ്. ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്, ഒരു കാര്യം ആരംഭിക്കുക, റോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്, ഒരു കാര്യം ആരംഭിക്കുക. ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, അത് നമ്മൾ എപ്പോഴും തന്നെ പറയണതല്ലേ. പുതുമയുള്ള രീതിയിൽ നീ ചിന്തിക്കുക, നീ പുതുതായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. അത് നമ്മൾ എപ്പോഴും തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ടു കട്ട് ടു ദ ചേസ്, പ്രധാന കാര്യത്തിലേക്ക് ചിലവരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ടു കട്ട് ദ ചേസ്. നിങ്ങൾ പ്രധാന കാര്യത്തിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അതിലോട്ട് നിങ്ങൾ വരിക. ടു പ്ലേ ഇറ്റ് ബൈ ഇയർ, അതായത് ടു പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത് എന്താ, ടു പ്ലേ, കളിക്കുക, അതായത് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ടു പ്ലേ ഇറ്റ് ബൈ ഇയർ. ടു ഗോ ദ എക്സ്ട്രാ മൈൽ, നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അത് നമ്മൾ അവരോട് പറയും ഒന്നുകൂടി ശ്രമിക്കുക, കൂടുതൽ ശ്രമിക്കുക. എക്സ്ട്രാ മൈൽ ഓട്. ടു ഗോ ദ എക്സ്ട്രാ മൈൽ, കൂടുതൽ ശ്രമിക്കുക. ടു ലോസ് ടച്ച്, നമ്മൾ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പറയാണ് ടു ലോസ് ടച്ച്. ടച്ചല്ലേ നമ്മൾ നമ്മൾ വേറെ കുറച്ച് ഫ്രേസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ടച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടു ലോസ് ടച്ച്, ബന്ധം നഷ്ടപ്പെടുക. ടു മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്, നിങ്ങളൊന്ന് പറയൂ. ടു മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്. ലോങ് സ്റ്റോറീനെ നിങ്ങൾ ഷോർട്ടാക്കി മാറ്റുക, അതായത് ചുരുക്കി പറയുക. ടു മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്, ചുരുക്കി പറയുക. ഇന്നത്തെ കാലത്ത് ആർക്കും അധികം സംസാരം ശ്രദ്ധിക്കാൻ നേരമില്ല. അപ്പോൾ ടു മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്. ടു സിറ്റ് ഓൺ ദ ഫെൻസ്, ചിലരുടെ ഒരു സ്വഭാവമാണ് ടു സിറ്റ് ഓൺ ദ ഫെൻസ്, ഒരു പക്ഷത്തും ചേരാതെ ഇരിക്കുക, അല്ലെ, ഒരാളുടെ അരികിലും ചേരാതെ എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കുക. ടു സിറ്റ് ഓൺ ദ ഫെൻസ്, ഒരു പക്ഷത്തും ചേരാതെ ഇരിക്കുക. നമുക്ക് ചില സമയത്ത് അങ്ങനെ വരും, ചേരാൻ പറ്റാണ്ടായി പോകും, അല്ലേ. ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൾട്ട്. ഗ്രെയിൻ ഓഫ് സാൾട്ട്, പിന്നെ എന്താ, ഉപ്പിനകത്തുള്ള ആ ഒരു കരടൊക്കെ നമ്മൾ എന്താ കാര്യമായിട്ട് എടുക്കരുത്, അതായത് അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാതിരിക്കുക. ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്, അത് നമുക്കറിയാം, ഇത് വളരെ എളുപ്പമാണ്. ടു ബി ഇൻ ദ സെയിം ബോട്ട്, ഒരേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേര് നമുക്കുണ്ടാകും, അല്ലേ. ടു ബി ഇൻ ദ സെയിം ബോട്ട്. അപ്പം ഞാനൊന്ന് മാറിയിരിക്കട്ടെ, ഭയങ്കര വെയിലാണ് ഇവിടെ. ടു ബൈറ്റ് ദ ബുള്ളറ്റ്, അത് ഞാൻ കുറച്ച് പേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ടു ബൈറ്റ് ദ ബുള്ളറ്റ്, വിഷമം അനുഭവിക്കുക, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സഹിക്കുക. നിങ്ങൾ ആ വിഷമം സഹിക്കുക. അത് കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ടു ബൈറ്റ് ദ ബുള്ളറ്റ്. പിന്നെ ടു ബ്രേക്ക് ദ ഐസ്, നമ്മളെപ്പോഴും പറയണ ആള് നിന്റെ മിണ്ടായിരിക്കുന്ന അവസ്ഥ നീ മാറ്റിക്ക്. ടു ബ്രേക്ക് ദ ഐസ്, നീ മിണ്ട് എന്തെങ്കിലും. ടു ബ്രേക്ക് ദ ഐസ്. ടു കോൾ ഇറ്റ് എ ഡേ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് ഇന്നത്തേക്ക് ഞാൻ എൻ്റെ പ്രവൃത്തി മതിയാക്കുകയാണ് എന്ന് പറയാണ്. കോൾ ഇറ്റ് എ ഡേ. ടു ഗെറ്റ് സംതിങ് ഓഫ് യുവർ ചെസ്റ്റ്. ടു ഗെറ്റ് സംതിങ് ഓഫ് യുവർ ചെസ്റ്റ്, നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് നീ അതൊന്ന് തുറന്നു പറ. ടു ഗെറ്റ് സംതിങ് ഓഫ് യുവർ ചെസ്റ്റ്. ടു ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. ടു ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് പറഞ്ഞാൽ എന്താ, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നീ അതിൽ ഇടപെടാതിരിക്കുക. പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങൾ അതൊരു പ്രശ്നമാവില്ല. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നമാണെന്ന് വെച്ചാൽ അയൽക്കാരി പോയി ഇടപെടാ. എന്നിട്ട് പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടണ്ട, നമ്മുടെ ആവശ്യം അവിടെ ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞത് ടു ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. ടു മിസ് ദ ബോട്ട്, അവസരം നഷ്ടപ്പെടുത്തുക. ടു മിസ് ദ ബോട്ട്, അവസരം നഷ്ടപ്പെടുത്തുക. ടു പുൾ സംവൺസ് ലെഗ്, ഒരാളെ കളിയാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടു പുൾ സംവൺസ് ലെഗ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ട് നോക്കിയാണ് കേട്ടോ വായിക്കണം. എല്ലാം കൂടി ഓർത്ത് പറയാനുള്ള ഓർമ്മശക്തിയൊന്നും എനിക്കില്ല കേട്ടോ. ടു സീ ഐ ടു ഐ. ഐ ടു ഐ, ഒരേ അഭിപ്രായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരുടെ അഭിപ്രായം ഒരേപോലെയാണ്. അപ്പോൾ ഒരേ അഭിപ്രായത്തിൽ എത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ടു സീ ഐ ടു ഐ. ടു സീ ഐ ടു ഐ. ടു സ്റ്റിക്ക് ടു യുവർ ഗൺസ്. സ്റ്റിക്ക് യുവർ ഗൺ, നിന്റെ വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുക. ടു സ്റ്റിക്ക് ടു യുവർ ഗൺസ്. ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്, എനിക്കറിയാവുന്നിടത്തോളം. ടു ബെസ്റ്റ് ഓഫ് മൈ നോളജ്, എൻ്റെ അറിവനുസരിച്ച്.
മേക്ക് എൻഡ്സ് മീറ്റ്. ടു മേക്ക് എൻഡ്സ് മീറ്റ്, ചെലവുകൾ. ടു മേക്ക് എൻഡ്സ് മീറ്റ് അതായത് ചെലവും വരവും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുക. അതിനിപ്പോൾ എന്താ പറയുക, ചെലവും വരവും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുക. ടു മേക്ക് എൻഡ് മീറ്റ്. ടു ബി അപ്പ് ഇൻ ദ എയർ, തീരുമാനമായിട്ടില്ല, ഞാനിപ്പോഴും എയറിലാണ്. ടു ബി അപ്പ് ഇൻ ദ എയർ, ഞാൻ എയറിൽ നിൽക്കുകയാണ്, തീരുമാനമായിട്ടില്ല. ഞാൻ സ്പീഡിലാണ് പറഞ്ഞത്, 50 എണ്ണം പറയണ്ടേ. ഇനി ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്, ആദ്യം മുതലേ തുടങ്ങുക. ടു ഗോ ബാക്ക്, ആദ്യം മുതലേ തുടങ്ങുക. നമ്മളൊരു പ്രവൃത്തി ചെയ്ത് തെറ്റിപ്പോയി ആദ്യം മുതലേ തുടങ്ങേണ്ടി വരുമ്പോഴാണ് ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്, വീണ്ടും ആദ്യം മുതൽ തുടങ്ങുക. ടു ഹാവ് യുവർ ഹെഡ് ഇൻ ദ ക്ലൗഡ്സ്, യഥാർത്ഥബോധമില്ലാതെ പെരുമാറുക. അതായത് ടു ഹാവ് യുവർ ഹെഡ് ഇൻ ദ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ ചെയ്യുന്നു, അവിടെ ചെന്ന് പെരുമാറേണ്ട ഒരു രീതിയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുന്നു. ടു കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്, നല്ലത് സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ടു കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ടു കിൽ 2 birds with 1 stone, ഒറ്റയേറിന് 2 മാങ്ങ. അത് തന്നെ, അതായത് ഒരു പ്രവൃത്തിയിലൂടെ 2 കാര്യങ്ങൾ സാധിക്കുക. ഒറ്റയേറിന് 2 മാങ്ങ എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ. ടു കിൽ 2 birds with 1 stone. ടു ലൂസ് യുവർ കൂൾ, ദേഷ്യം വല്ലാതെ നിയന്ത്രണം നഷ്ടപ്പെടുക. ടു ലൂസ് യുവർ കോൾ. ടു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അതിന് നമ്മൾ എന്താ പറയുക. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ ഔട്ട്ഫിറ്റൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അതാണ് പറയേണ്ടത്. ടു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അതിൻ്റെ കവർ കണ്ടുകൊണ്ട്, പുറമോടി കണ്ടുകൊണ്ട് ജഡ്ജ് ചെയ്യരുത്, വില ഇരുത്തരുത്. ടു സ്പീക്ക് ഓഫ് ദ ഡെവിൾ, നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുകയല്ലേ, നമ്മൾ അന്നേരം ആൾ വന്നത് ഉടനെ ഒന്നും മരിക്കില്ല കേട്ടോ, കാരണം നമ്മൾ അങ്ങനത്തെ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആൾ അപ്പോൾ തന്നെ വരും, ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. അതിനെയാണ് നമുക്ക് ടു സ്പീക്ക് ഓഫ് ദ ഡെവിൾ. ടു ബീറ്റ് അറൗണ്ട് ദ ബഷ്, കാര്യം വ്യക്തമായി പറഞ്ഞ് ഇങ്ങനെ പറയാതെ നമ്മളിങ്ങനെ വളഞ്ഞ് മൂക്കിലോട്ട് പിടിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ കാര്യം വ്യക്തമായി പറയാതെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്നതിനെയാണ് ടു ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ടു ഗെറ്റ് സംതിങ് സ്ട്രേറ്റ്, ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം, നിങ്ങളത് നോക്കുക, നിങ്ങളുടെ ബുക്കിൽ എഴുതി കുറച്ചൊക്കെ കാണാതെ പഠിക്കുക കേട്ടോ. ടു ഗെറ്റ് സംതിങ് സ്ട്രേറ്റ്, ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക. ടു ഗീവ് സമ്മൺ ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്, ഗീവ് സമ്മൺ ടു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. നമ്മൾ ചിലപ്പോൾ തെളിവൊന്നും ഇല്ലെങ്കിൽ ഒരാളെ വിശ്വസിക്കുക അല്ലേ. അപ്പം ആവശ്യത്തിനുള്ള തെളിവില്ലെങ്കിൽ ഒരാളെ വിശ്വസിക്കുക. ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, കൃത്യമായിട്ടും കാര്യം പറയുക. ടു ബി എ പീസ് ഓഫ് കേക്ക്, വളരെ എളുപ്പമുള്ള കാര്യം. ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, വളരെ വില കൂടിയത്. ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, വളരെ വില കൂടിയത്. ടു ഫീൽ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ജലദോഷമായത് ചൂട് കാരണമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ചിലപ്പോൾ പനി വരുന്നത് മഴ കാരണമായിരിക്കാം. ദാറ്റ് ഈസ് അണ്ടർ ദ വെദർ. ടു ഹാവ് എ ഗട്ട് ഫീലിംഗ്, ഒരു കാര്യം ശരിയാണെന്ന് തോന്നുന്നത്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, രഹസ്യം വെളിപ്പെടുത്തുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ അല്ലേ, വളരെ അപൂർവമായിട്ട്, റെയർലി. ടു ടേക്ക് ഇറ്റ് ഈസി, സാവധാനം ചെയ്യുക, നീ എന്നെ വിഷമിക്കാതിരിക്കുക. ടു ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിഷമത്തിലിരിക്കുക, വീണ്ടും നമ്മളെ വിഷമിപ്പിക്കുന്നത്, അതിനെയാണ് ടു ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചറി. ടു ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചൂ, ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതിനെയാണ് ടു ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചൂ. ടു ഗെറ്റ് യുവർ ആക്ട് ടുഗദർ, നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെയ്യാൻ ആരംഭിക്കുന്നതിനെയാണ് ടു ഗെറ്റ് യുവർ ആക്ട് ടുഗദർ. ടു ഹാവ് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, മുൻധാരണയോടെ പെരുമാറുക, അത് നമ്മളെപ്പോഴും പറയണതാണ് അല്ലേ. ടു ഹെറിറ്റ് ത്രൂ ദ ഗ്രേപ്പ് വൈൻ, കേട്ടറിവ്. ടു ജമ്പ് ഓൺ ദ ബാൻഡ് ബോൺ, ഒരു ട്രെൻഡിനൊപ്പം ചേരുക, ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോൾ അത് കുട്ടികൾക്ക്. ടു ബി ലൈക്ക് ടു പീസ് ഇൻ എ പോഡ്, വളരെ സാമ്യമുള്ള 2 പേര്. ടു പുട്ട് യുവർ ഫുഡ് ഇൻ യുവർ മൗത്ത്, അറിയാതെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവില്ലേ, അതിനെയാണ് ടു പുട്ട് യുവർ ഫുഡ് ഇൻ ദ മൗത്ത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് വേർത്തിട്ടുണ്ട്, കാര്യം ഭയങ്കര ചൂടാണ്. എൻ്റെ വീട്ടിൽ ചൂടില്ലാത്തൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ, എല്ലായിടത്തും വെയിലാണ്, ചൂടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക, കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫ്രേസസ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം നമുക്ക് ഒത്തിരി ഇംഗ്ലീഷ് അറിയാമെന്ന്. അപ്പോൾ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് 1-2 ഫ്രേസസ് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.